വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ട്രിപ്പ് പോയാലോ? ട്രിപ്പെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആക്ച്വലി ഞങ്ങളൊരു ഈവനിങ് ഡ്രൈവിന് ഇറങ്ങിയതാട്ടോ. ഈവനിങ് ഡ്രൈവിന് പോകുന്ന സമയത്താണ് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് നമ്മൾ കാണുന്നത്. അപ്പം നമുക്ക് അവിടെ പോയി ഒന്ന് എൻജോയ് ചെയ്ത് നിങ്ങളെ കൂടെ ആ സ്ഥലം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 20-25 മിനിറ്റ്സ് ഡ്രൈവ് ആട്ടോ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തേക്ക്. ഈവനിങ് ടൈമിലാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ചെറിയൊരു വെയിലും നല്ലൊരു അറ്റ്മോസ്ഫിയറും ആയിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴികളും ഒക്കെയാണ് നമ്മൾ ഈ പോകുന്ന വഴി കൂടെ കാണാൻ പറ്റും കേട്ടോ. നമ്മളോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കാം കേട്ടോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇത് UK-യിലെ ഓക്സ്ഫോർഡ്ഷയറിലുള്ള മനോഹരമായ ഒരു ചെറിയ ടൗണായ ഹെൻലി ഓൺ തേംസ് ആണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് കാറിൽ ഏകദേശം ഒരു 20-25 മിനിറ്റ്സ് ആണ് യാത്ര. നിങ്ങൾ UK-യിൽ താമസിക്കുന്നവരോ അല്ലെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യുന്നവരോ ആണെങ്കിൽ ഒരിക്കലെങ്കിലും തീർച്ചയായും കണ്ടെത്തിക്കേണ്ട ഒരു സ്ഥലമാട്ടോ ഇത്. റെഡിങ്ങിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ തന്നെ റോഡിൻ്റെ ഇരുവശത്തുമുള്ള പച്ചപ്പും കൺട്രി സൈഡ് വ്യൂവും യാത്ര വളരെ എൻജോയബിൾ ആക്കി. ഇവിടെ എത്തിയ ശേഷം അടുത്തുള്ള കാർ പാർക്കിൽ നമ്മൾ കാർ പാർക്ക് ചെയ്തേ. പാർക്കിംഗ് കഴിഞ്ഞ് ടൗണിലേക്ക് ഒരു റിവർ സൈഡിലേക്ക് നടക്കാൻ വളരെ എളുപ്പമാണ്. ഞങ്ങൾ വൈകുന്നേരമായിട്ടാണ് ഇവിടെ എത്തിയത്. ഈവനിങ് വോക്കിന് പറ്റിയ ഒരു പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയാം. അധികം തിരക്കില്ല, അതേസമയം ആളുകളില്ലാത്ത സ്ഥലവുമില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് മാറിയാട്ടോ പാർക്ക് ചെയ്തത്. ഒരു 5 മിനിറ്റ് നടക്കണം നമ്മൾ ഈ റിവർ സൈഡിലോട്ട് എത്താനായിട്ട്. അത് പയ്യെ നമുക്കിങ്ങനെ നടന്ന് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് പോവാം കേട്ടോ. ഹെൻലി ഓൺ തേംസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന പോലെ തേംസ് റിവറിൻ്റെ തീരത്താണ് ഈ മനോഹരമായ ടൗൺ സ്ഥിതി ചെയ്യുന്നത്. റിവറിൻ്റെ അരികിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ആ ശാന്തതയും കാഴ്ചകളും ശരിക്കും മനസ്സ് നിറയ്ക്കുന്നതാണ്. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തേംസ് റിവറിൻ്റെ ഒരുപാട് ബോട്ടുകൾ കണ്ടു കേട്ടോ. ചെറിയ പ്രൈവറ്റ് ബോട്ട് മുതൽ മനോഹരമായ ലെഷർ ബോട്ട് വരെ ഉണ്ടായിരുന്നു. ചിലത് റിവർ സൈഡിൽ സഞ്ചരിക്കുന്നതും ചിലരിങ്ങനെ സൈഡിലിങ്ങനെ നിർത്തിയിട്ടേക്കുന്നതും കാണാൻ പറ്റും. ഇവിടെ ബോട്ട് റൈഡും ഉണ്ട് കേട്ടോ. ഞങ്ങൾ എത്തിയ സമയം വൈകുന്നേരം ആയതിനാൽ ബോട്ട് റൈഡ് ട്രൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അടുത്ത തവണ ഇവിടെ വരുമ്പോൾ തീർച്ചയായും ട്രൈ ചെയ്യണമെന്ന് തീരുമാനിച്ചു. റിവറിലൂടെ ഈ ചെറിയ ബോട്ട് റൈഡ് എടുത്താൽ ഈ സ്ഥലത്തിൻ്റെ ഭംഗി മറ്റൊരു രീതിയിൽ അനുഭവിക്കാൻ നമുക്ക് കഴിയുമെന്ന് തോന്നുന്നു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഇവിടെയുള്ള കാം അറ്റ്മോസ്ഫിയറാണ്. സിറ്റിയുടെ തിരക്കോ നോയ്സോ ഒന്നുമില്ല കേട്ടോ. കാറ്റും വെള്ളവും മരങ്ങളും പക്ഷികളുടെ ശബ്ദവും മാത്രം. ചിലപ്പോൾ മനസ്സിന് ഇങ്ങനെയുള്ള ചെറിയ ബ്രേക്കാണ് ഏറ്റവും ആവശ്യം. റിവറിൻ്റെ അടുത്ത് ഒരുപാട് സ്വാൻസും ഡക്സും ഈ പക്ഷികളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കുട്ടികൾ അവയെ നോക്കി സന്തോഷിക്കുന്നതും ഫാമിലീസ് പിക്നിക് ചെയ്ത് സമയം ചെലവഴിക്കുന്നതും കാണുമ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഫാമിലി ഫ്രണ്ട്ലി നേച്ചർ മനസ്സിലാവും. ഞങ്ങൾ എത്തിയ സമയത്ത് പലരും പിക്നിക് ബ്ലാങ്കറ്റൊക്കെ വിരിച്ച് ഇവിടെ നിന്ന് സ്നാക്സ് ഒക്കെ കഴിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ചിലർ പുസ്തകം വായിച്ചിരിക്കുന്നു, ചിലർ വെറുതെ റിവറിൽ നോക്കിയിരിക്കുന്നു. ആരും തിരക്കിട്ട് ഓടുന്നില്ല. എല്ലാവരും അവരുടെ സമയം ഇങ്ങനെ എൻജോയ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഹെൻലി ഓൺ തേംസിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടെയുള്ള മനോഹരമായ പഴയ ബിൽഡിങ്സും ചെറിയ കഫേസും ബ്യൂട്ടീക്ക് ഷോപ്സുകളുമാണ് കേട്ടോ. സമയമുണ്ടെങ്കിൽ ടൗണിലൂടെ നടക്കുന്നതും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സ്ഥലം ഒരു ചെറിയ പാരഡൈസ് തന്നെയാണ്. റിവർ, ബോട്ട്സ്, ഫ്ലവേഴ്സ്, ഗ്രീനറി, പഴയ ബിൽഡിങ്സ്. നല്ല സുഖമല്ലേ? ഇവിടെ കൂടെ നടക്കാൻ തന്നെ നല്ല രസമാട്ടോ. ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തത് കുറച്ച് മണിക്കൂറുകൾ മാത്രം കേട്ടോ. പക്ഷേ കുറച്ച് സമയം തന്നെ നല്ലൊരു റിഫ്രഷിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ചിലപ്പം വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനേക്കാളും ഇത്തരം പീസ്ഫുൾ പ്ലേസസ് ആണ് കൂടുതൽ ഓർമ്മകൾ നിൽക്കുന്നത്. വീക്കെൻഡിലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാനായിട്ട് ഹെൻലി ഓൺ തേംസ് വളരെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പ്രത്യേകിച്ച് സമ്മർ ഈവനിങ്ങിൽ ഇവിടെ വരുന്ന എക്സ്പീരിയൻസ് ശരിക്കും മനോഹരമായിരിക്കും. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയൊരു ടിപ്പ്:
കംഫർട്ടബിൾ ഷൂസ് ധരിച്ചു വരിക, കാരണം കുറച്ച് നടക്കേണ്ടി വരും. കൂടാതെ കാലാവസ്ഥ നല്ലതാണെങ്കിൽ ഒരു ചെറിയ പിക്നിക് കൂടി പ്ലാൻ ചെയ്താൽ എക്സ്പീരിയൻസ് ഇനിയും മനോഹരമാകും.